ഞാൻ ദീദിയാണേ. എന്റെ മറ്റേ ഫോണിൽ ചാർജ് ഇല്ല. ഈ ജയകുമാർ മധുവന്നൂർ എന്ന് പറയണവൻ ഇവരുമായിട്ട് അടുപ്പമാണല്ലെന്ന് പറഞ്ഞു തരാമോ? ഈ ജയകുമാറാണ് ബിജുവിനെ കൊണ്ട് നടന്നെന്നുള്ള ആരോപണം ആ സമയത്ത് ഉണ്ടായിരുന്നു. സ്റ്റോറി എത്തിക്കാൻ അതെനിക്കറിയാൻ പാടില്ല. അന്ന് ഇവരത് ചങ്ങലായിരുന്നു. എന്തായാലും ഞാൻ ഇതൊന്നും തപ്പി ഞാൻ അടുത്ത ദിവസം തന്നെ പറയാം. ഈ ജയകുമാർ മധുവന്നൂരുമായിട്ട് അടുപ്പമാണോ അല്ലേന്നൊന്ന് പറയാം. ഇപ്പൊ പറയാം. തിരക്കാം. ബിജു പങ്കജ് അല്ലേ? അത് ഞാൻ അവനാണോ നമുക്ക് എനിക്ക് നല്ല സംശയമുണ്ട്. അവനാണോ നമുക്ക് ഇപ്പൊ ആരെയും വെച്ചത്? അവന്റെ സ്റ്റോറി നമ്മുടെ തലയിലേക്ക് വെച്ചിട്ട് അവൻ രക്ഷപ്പെട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതൊന്ന് ചോദിക്കാം. ബിജു പങ്കജുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ അത് എങ്ങനെ ഇയാളെങ്ങനെ ഇരിക്കണം? ഇയാളുടെ വല്ല ഒന്ന് ഇങ്ങനെ വാട്സാപ്പ് ചെയ്ത് ഇയാളുടെ കണ്ണാടി വെച്ച ഒരാള് ഇടത്തോട്ട് മുടി ചെയ്യുന്ന ഒരാള്, ഷർട്ട് പുറത്തിടുന്ന ആള്. ഓക്കെ. അത് ഞാൻ തപ്പിയെടുത്തിട്ട് പറയാം. ഓക്കെ. നമ്മുടെ കളക്ടർ രാജമാണിക്യത്തിന്റെ ഒരു ചെറിയ കട്ടുണ്ട്. മനസ്സിലായി. സൈഡിലേക്ക് മുടിയത്. ബിജു പങ്കജ്. അവൻ ഇവരും കൂടെ ഇപ്പൊ വല്ല തൊഴിലായിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ബിജു പങ്കജ് നിങ്ങളുമായിട്ട് എങ്ങനെ? ഞാനോട്ട് നോക്കി പണ്ട് അവനോടൊക്കെ. ആണോ? അപ്പൊ ഈ മാധ്യമങ്ങളിലും ഇങ്ങനെ അടിയുണ്ടോ? തമ്മിലടിയുണ്ടല്ലേ? ഭയങ്കര അടി. അവന് ഭയങ്കര ഗജ്ജ എന്നോട്. എന്നാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞ് അത് സോൾവ് ചെയ്യിക്കാൻ പറയാൻ പാടില്ല. എങ്ങനെ സോൾവ് ചെയ്യാൻ? ബിജു എന്ന് പറയണത് ഞാനോട്ട് ഒരു നല്ല ബന്ധത്തിലുള്ളവനല്ല. ഇപ്പൊ ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് മുമ്പത്തെ ഒരു ബന്ധമില്ല. അപ്പൊ നമ്മൾ സപ്പർ ചാനലിൽ നിൽക്കുമ്പോ അറിയാലോ നമുക്ക് എന്താ ബന്ധം. അപ്പൊ ഇവന്റെ പേരൊന്ന് മനസ്സിരുന്നോട്ടെ കേട്ടോ. ബിജു പങ്കജ്. അപ്പൊ ഇത് മറ്റൊന്നും ഈ ബിജു പങ്കജ് വെച്ച പണിയാണോ നമുക്കൊന്നും അറിയണേ. ഒറ്റ മിനിറ്റ് ഞാൻ ചോദിക്കാനേ. ഈ ഇന്നസെന്റ് ഇവിടെ തീയെ നമുക്കെതിരെ വല്ലതും കളിക്കുന്നുണ്ടോ? കൈലിയുടെ പഴയ ബ്യൂറോ ചീഫ്. അപ്പൊ നല്ല സ്വാധീനമുണ്ട്. ഈ SC/ST ഇങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, നമുക്ക് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാര് മേലിലേക്ക് ഉയർന്നു പോണത്. അല്ല വേറൊരു കാര്യമുണ്ട്. അത് വെച്ച് നോക്കിയിട്ടുണ്ട് ബിജുവും ഞാനും ഒരേ ജാതിയാ. ബിജു പങ്കജ് അല്ലേ? ഒരേ ജാതിയല്ലേ? അവന് SNDP കാരനെ ഞാനും SNDP കയറിയോ? അവനെ എന്നോട് കൊണ്ടാണ്. അപ്പൊ പുള്ളിയോട് തോന്നി പുള്ളിയുടെ തോന്നി എന്ന് പറഞ്ഞാൽ ഇവനും അത് തന്നെയല്ലേ? ഇവൻ പുള്ളിയേക്കാൾ പോകുന്നതാണല്ലോ. ഇവൻ APMS ആണല്ലോ. പുള്ളി പരവ സമുദായം. അതിനൊക്കെ കുറച്ചുകൂടെ പൊക്കത്ത് നിൽക്കുന്നതാണല്ലോ പരവ സമുദായം. APMS ആണല്ലോ ഏറ്റവും ലാഭത്തിൽ നിൽക്കുന്നതാണ്. വാഴക്കനൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിനാമികളിയാണ്. വാഴക്കനൊക്കെ വലിയ സ്വത്തുള്ള ആൾക്കാരാണ്. പക്ഷെ അതൊക്കെ സൂക്ഷിച്ച് കളിക്കുന്ന ആൾക്കാരാണ്. അല്ല അവരുടെയൊക്കെ സ്വത്തില് ചെറിയ എമൗണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സജ്ജനോട് ചോദിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ സ്വർണ്ണത്തിന്റെ ഒക്കെ വെട്ടിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഈ എമൗണ്ട് ബാക്കി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റിയിൽ 10% സ്ഥലമുള്ളവരുണ്ടല്ലോ 1.5 കോടിയുടെ വക. ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി ഉണ്ടോ പുള്ളിയുടെ? ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. US, UK, ഗൾഫ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തേക്കാന്നാണ് പറയുന്നത്. പിന്നെ ഈ കോലഞ്ചേരിയിലെ പത്രക്കാരായിട്ടൊക്കെ നിങ്ങൾ എങ്ങനെ? ഈ പ്രാദേശിക പത്രക്കാരായിട്ട് അവരെ പിടിക്കാൻ മനോരമ നമുക്കനുകൂലമാണ്. പക്ഷെ മാതൃഭൂമി കാരനാണ്. പിന്നെ വീക്ഷണം നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല. എന്തെങ്കിലും പൈസയുടെ കാര്യമാവും ചോദിക്കണത്. അപ്പൊ പൈസ എന്നാന്നാവും നമ്മളെന്ത് കൊടുക്കണം, എന്ത് പറയണം? അവൻ പറഞ്ഞ അവർക്ക് വലിയ കേസല്ല, അവരോട് തന്നെ പറയാനാ പറയണത്. നമുക്ക് എങ്ങനെയൊന്ന് പറഞ്ഞു ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും ഞാൻ വിളിക്കുമ്പോ എന്നാലും പറയണം. എന്നാലും ഒരു ഊഹം എന്നോട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. ഒരു 10-20,000 രൂപ കൊടുത്താൽ മതിയോ? നമ്മൾ കൊടുക്കാം. എന്നാ ശരി. അതിന്റെ ഉപകാരം എന്താണെന്നറിയോ? അതുകൊണ്ട് ഉപകാരം എന്താണെന്നറിയാമോ? ഇവന് നമുക്ക് കൊടുക്കുന്ന മുതലാണ്. പുത്തൻകുരിശിലുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വിളിച്ചത്. അതാണ് നമുക്ക് വിവരം തന്നെ ആള്. പക്ഷെ നിങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. ഓക്കെ. സക്കീർ ഹുസൈൻ മൂവാറ്റുപുഴക്കാരനാണ്. അല്ല മറ്റേ പെരുമ്പാവൂരുകാരനാണ്. പുള്ളിക്ക് ഇവിടെ ഇപ്പം ഇവനെ എങ്ങനെ വിളിച്ച് സോപ്പിട്ടാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യും. TH മുസ്തഫയുടെ മോനാണ് ഈ സക്കീർക്ക എന്ന് വിളിക്കുന്നത്. സക്കീർ ഹുസൈനെയാണ്. TH മുസ്തഫയുടെ മോനാണ്. TH മുസ്തഫ വീണ് കിടക്കുക. അപ്പൊ സക്കീർ ഇപ്പൊ വിളിച്ചിട്ട് ഈ പൈസ ചെയ്തിട്ട് തിരിക്കുന്നുള്ളതേ. സക്കീറൊന്നും പിയാക്കൊന്നും ചെയ്യാനില്ല, ചെയ്ത് കൊടുക്കാനില്ല. സക്കീറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഇങ്ങനെ ബെൽറ്റൊന്നുമില്ല. ഞാൻ വേറൊരു കോട്ടയത്തുള്ള ഒരു മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഉല്ലാസ് എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചേച്ചിയുടെ കാര്യം ചോദിച്ചു. ചേച്ചി ഈ ഒരു ഉല്ലാസ് എന്ന് പറഞ്ഞു മനോരമയുടെ.
ഉല്ലാസിനെ നേരെ പരിചയമില്ല. പക്ഷെ ഉല്ലാസിന്റെ അനിയൻ എന്റെ സുഹൃത്താ. റിപ്പോർട്ടർ ഉല്ലാസിന്റെ ചേട്ടൻ ജീവകുമാർ. പുള്ളി പറയോ എന്റെ പിന്നെ ലേവി ചേച്ചിയാണ് മറ്റേ തെറ്റയിലിന്റെ വിഷയമൊക്കെ പൊക്കിയ ആള് പുള്ളിക്കാരത്തിയാണ്. തെറ്റയിലിന്റെ കേസില്ലേ ഇവര് വലിയ ആഘോഷമായിട്ട് അതെടുത്തത് ചാനല്. പക്ഷെ എനിക്ക് അതിനകത്ത് വിയോജിപ്പായിരുന്നു. പക്ഷെ ചാനലിന് നമ്മുടെ മറ്റേ വീരേന്ദ്രകുമാർ മാനേജ്മെന്റ് അല്ല മറ്റേ ഗ്രൂപ്പിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളല്ലേ തെറ്റയില്. അപ്പൊ അവർക്ക് മാനേജ്മെന്റിന് വളരെ വിരോധമുള്ള ആളായതുകൊണ്ട് മാനേജ്മെന്റിലെ വിഷയം വിട്ട് അങ്ങോട്ട് അലക്കി കൊടുക്കും. അങ്ങനെ വന്നതാ അത്. ബെന്നി ബെഹനാൻ ആളെങ്ങനെ ഈ മറ്റേതൊക്കെ സത്യാണോ മറ്റേ ഈ സരിതയുടെ സംഭവം ഫോൺ വിളിച്ചതൊക്കെ? അത് ഇപ്പൊ വല്ല മറ്റേത് സെറ്റിൽ ചെയ്യാനോ എല്ലാം വിളിച്ചു കാണും. അല്ലാണ്ട് ഇല്ല പുള്ളി അതിന് പോയെന്നല്ല ഇങ്ങനെ ഫോൺ വിളിച്ച് സെറ്റിൽ ചെയ്യാനായിട്ടാ. സെറ്റിൽ ചെയ്യാൻ നല്ല പുള്ളി ഐ ആണോ എ ആണോ? പുള്ളി എയുടെ സ്ട്രോങ് ആളാ. ആണോ? എനിക്കിപ്പോ എന്നാ ഇതൊക്കെ കേൾക്കുമ്പോ തിരിയാ വരുന്നത്. നമ്മൾ വിചാരിക്കാത്തേ അദ്ദേഹത്തിനൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ആദ്യമായിട്ടാണ് മനസ്സിലാകുന്നത്. ബെന്നി ബെഹനാനായിട്ട് അടുത്ത ബന്ധമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, എ ഗ്രൂപ്പിലെ നേതാക്കന്മാര് ഐ ഗ്രൂപ്പുകാര് മുഴുവൻ കാശ് കൊടുത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ചന്ദ്രശേഖരനായിട്ട് വലിയ അടുത്തായിരുന്നു. അതെ ആർ ചന്ദ്രശേഖരൻ. മറ്റേ പുള്ളി ഇത് കശുവണ്ടി അതെ അശ്വണ്ടി INTUC. അത് നമുക്ക് സൂചനയുണ്ട്. ഈ പൂത്തിരിക്കൽ ഓട്ടോമാര് മറിക്കാൻ നമുക്കറിയാം. എന്ന് വെച്ചാലേ അവിടുത്തെ നിബു കുര്യാക്കോസ് MS എബ്രാഹിം ഇവന്മാർ രണ്ടുപേരും തിരിഞ്ഞ കേസുകളാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടോ, കറക്റ്റ് ഇൻഫർമേഷൻ അത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാരുടെ പേര് പറയുവാണെങ്കിൽ അത് പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ MS എബ്രാഹിം നിബു കുര്യാക്കോസ് എന്നാ കുര്യാക്കോസ്